നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനീഷ കുൽശ്രേഷ്ഠ എഴുതിയ ബിഗഡയിൽ മച്ച എന്ന സ്റ്റോറിയാണ്. ഇത് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് റെലവൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി എന്ന് പറയാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ റീൽസ് നോക്കിയാലും എന്ത് വീഡിയോസ് നോക്കിയാലും ഒരു കമ്പാരിസൺ ആണ്. 90s കിഡ്സ് എല്ലാം ഭയങ്കര അടിപൊളിയാണ്, പാവങ്ങളാണ്, അമ്മക്കുട്ടികളാണ്. ഇപ്പോഴത്തെ 2K കിഡ്സൊക്കെ ഫുള്ള് കഞ്ചാവാണ്. ആ ഒരു കമ്പാരിസൺ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഒരു ചിന്താഗതിയെ ചോദ്യം ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ബിഗഡയിൽ വച്ച്. ഈ ബിഗഡയിൽ വച്ച് ഈ പേരിൻ്റെ അർത്ഥം തന്നെ ബിഗഡയിൽ എന്ന് പറഞ്ഞാൽ ചീത്ത കുട്ടികൾ എന്നൊക്കെ ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ നശിച്ച കുട്ടികൾ എന്നൊക്കെ. ഇന്നത്തെ ജനറേഷന് ഈ ആധുനികതയുടെ പ്രഭാവം വളരെയധികം വന്നിട്ടുണ്ട്. അതായത് അവരുടെ ഡ്രസ്സിങ്ങിലായാലും സംസാരത്തിലായാലും നോട്ടത്തിലും നടത്തത്തിലും അവരുടെ പെരുമാറ്റത്തിലും എല്ലാം ആധുനികത ഇന്നവരെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അമേരിക്കൻ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറൊക്കെ വല്ലാണ്ട് അവരെ പ്രഭാവിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ടും സിനിമ, ഫാഷൻ ഇതിനൊക്കെ വളരെ വലിയൊരു പങ്കുണ്ട്. എന്നാൽ ഇന്നത്തെ ജനറേഷനെ അവർ മോശമാണ്, ചീത്തയാണ്, ഫുള്ള് കഞ്ചാവും കള്ളും ഒക്കെയാണ് എന്ന് പറയുന്ന വളരെ സംസ്കാര സമ്പന്നരായ, കുലീനരായ, സ്വയം നല്ലത് എന്ന് വിചാരിക്കുന്ന പഴയ സമൂഹം നല്ലതാണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഈ സ്റ്റോറിയിലുടനീളം വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയൊരു സിനിമയാണ് ഡ്രാഗൺ എന്ന സിനിമ. അതിൽ മെയിനായിട്ടുള്ള നായകനെ കണ്ട് കോപ്പി ചെയ്ത് കുട്ടി ഡ്രാഗൺ എന്നും പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അതായത് ഇന്നത്തെ ജനറേഷനെല്ലാം ഒരു ഇമിറ്റേഷൻ തന്നെയാണ്. നല്ലതായാലും ചീത്തതായാലും നമ്മൾ കണ്ടുപഠിക്കുന്നത് മറ്റാരിൽ നിന്നെങ്കിലും ആയിരിക്കും. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കുന്നത് പോലും സ്വയം തോന്നിയിട്ടില്ല, അമ്മ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ആ കുഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഇമിറ്റേഷൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളിൽ പ്രഭാവം ചെലുത്താൻ പറ്റും എന്നത് ഒരു വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ 90s കിഡ്സ് സ്വയം നല്ലവരാണെന്ന് അഭിമാനിക്കുന്നതിൽ അവരിൽ നല്ലവരും ഉണ്ടാവും, ചീത്തവരുണ്ടാവും. അത് കണ്ടിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഫുള്ള് ചീത്തതാണ് എന്ന് അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അതിനിടയിലും നല്ലവരുമുണ്ട്, ചീത്തവരുമുണ്ട്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ സ്റ്റോറിയിൽ പഴയ ജനറേഷൻ പെട്ട ആളാണ് ലേഖിക. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുന്നത് അവരുടെ ട്രെയിൻ യാത്രയിലാണ്. ദില്ലിയിൽ നിന്ന് ജയ്പൂരിലേക്ക് തൻ്റെ മകളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ് ലേഖിക. അവരുടെ തൊട്ട് ഫ്രണ്ടിൽ യാത്ര ചെയ്യുന്നത് 3 ആധുനിക യുഗത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള 3 കുട്ടികൾ. ഒരു പെൺകുട്ടി, അവളുടെ വരാൻ പോകുന്ന ഹസ്ബൻഡ്, അതുപോലെ 15 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടി, അവളുടെ സഹോദരൻ. ലേഖികയുടെ അടുത്ത് തന്നെയുള്ള ഒരു സീറ്റിൽ സഞ്ചരിക്കുന്നത് ഒരു ഡോക്ടർ, ഹസ്ബൻഡ് ഡോക്ടറും അതുപോലെ ഭാര്യ ടീച്ചറുമാണ്. ഒരു കപ്പിളാണ് യാത്ര ചെയ്യുന്നത്. അവർ കുറച്ച് പഴയ ജനറേഷനിൽ, അതായത് റൈറ്ററിൻ്റെ ഒരു സെയിം ഏജൊക്കെ ആയിട്ടുള്ളൊരു കപ്പിളാണ് അടുത്ത സീറ്റിൽ യാത്ര ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ലേഖിക മകളെ കാണാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്ക് പോവാണ്. അപ്പോൾ യാത്രയിൽ ട്രെയിനിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന 3 കുട്ടികളുടെ ഡ്രസ്സിങ്ങും അവരുടെ സംസാര രീതി, ബിഹേവിയറൊക്കെ കാണുമ്പം ലേഖയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ഭയങ്കര സംസ്കാര സമ്പന്നരായ കപ്പിൾസ്, ആ ഡോക്ടറും അധ്യാപികയും അതുപോലെ അപ്പുറത്തിരുന്നവരെ കുറ്റം പറയുന്നു, നോക്കുന്നുമൊക്കെയുണ്ട്. കുട്ടികളുടെ കയ്യിൽ ഒരു ഗിറ്റാർ, ക്യാമറ, അതുപോലെ വാക്ക്മാൻ എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കാനുള്ള ഒരു സംഭവമാണ്. അതുപോലെ 3 പഴയ ബാഗ്, ഒരുപാട് പാക്കറ്റ് ചിപ്സ്, അതുപോലെ കോൾഡ് ഡ്രിങ്ക്സ്, പിന്നെ കുറച്ച് മാഗസീൻസ്. ഇതിത്ര എടുത്തിട്ടാണ് ആ 3 കുട്ടികളും ട്രെയിനിലുള്ളത്. ഈ ലേഖികയ്ക്ക് അവരുടെ ഫാഷനും ചെവി പൊട്ടുന്ന മ്യൂസിക്കും അവരുടെ റൊമാൻസും ഓപ്പൺ മൈൻഡും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ നമ്മുടെ ആധുനികതയുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആധുനികത അത് വ്യാപിച്ച ഈ കുട്ടികളെ കാണുമ്പം ലേഖികയ്ക്കിട്ടും അങ്ങനെ അക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നില്ല. അതുപോലെ അപ്പുറത്തെ സീറ്റിരിക്കുന്ന കപ്പിൾസും നല്ലോണം കുറ്റം പറയുന്നുണ്ട് ഇവരെ, ഇങ്ങനെ മനസ്സിലൊക്കെ ഇങ്ങനെ മോശം വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പോകെ ലേഖികയ്ക്ക് ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവാണ്, അതായത് ചെറിയൊരു അപകടം ഉണ്ടാവാണ്. ആ സമയത്ത് അപ്പുറത്തിരിക്കുന്ന ഡോക്ടറും അധ്യാപികയും ഒന്നും ചെയ്യുന്നില്ല. കാരണം അവർ വളരെ ബിസിയാണ്, അവർക്ക് ഇതിനൊന്നും സമയമില്ല തിരിഞ്ഞു നോക്കാൻ പോലും. മറ്റ് യാത്രക്കാരായാലും വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത്
ഈ ലേഖിക മോശം കുട്ടികളാണെന്ന് വിചാരിച്ച ഈ 3 പേരുമാണ് അവരെ സഹായിക്കുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റോടെ അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ചിന്താഗതി മൊത്തത്തിൽ മാറുവാണ്. ഈ സമയത്തൊക്കെ അവർ സഹയാത്രികരായിട്ടുള്ള ഡോക്ടറിനോടും അധ്യാപികേനോടൊക്കെ സഹായം ചോദിക്കുന്നുണ്ട്. മറ്റ് യാത്രക്കാരും എന്നാലൊന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ കുട്ടികൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ലേഖിക ഇങ്ങനെ പറയാണ്, പഴയ ജനറേഷനിലെ ആൾക്കാർ സ്വയം ഭയങ്കര സഭ്യരാണെന്നും സംസ്കാരമുള്ളവരാണെന്നും ഭയങ്കര മൂല്യങ്ങളും ആദർശങ്ങളും പറഞ്ഞ് സ്വയം അങ്ങനെ അഭിമാനം കൊണ്ട് നടക്കുന്നവരാണ്. പക്ഷേ ഒരു മുഖംമൂടി അണിഞ്ഞ് മൊത്തം കപടത, അതായത് ഈ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു മുഖംമൂടി അണിഞ്ഞാണ് ഇവർ നിൽക്കുന്നത്. റിയൽ ക്യാരക്ടർ എന്ന് പറയുന്നത് വെറും മോശമാണ്. മറ്റുള്ളവരെ സഹായിക്കാനോ ഭയങ്കര സെൽഫിഷായിട്ട് ഇങ്ങനെ എല്ലാം ഭയങ്കര സംഭവമെന്ന് പറഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ അതിനേക്കാളും വളരെ ബെറ്ററാണ്. അവർ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കാം, വളരെ ഫാഷനബിൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, അവർ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. പക്ഷേ അവരാരെയും കാണിക്കാൻ ശ്രമിക്കുന്നില്ല, ഇങ്ങനൊന്നും ഉണ്ടാക്കി നടക്കുന്നില്ല. അവർക്ക് തോന്നുന്നത് അവർ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ ആരെയും ഒന്നും കാണിക്കാൻ ശ്രമിക്കുന്നില്ല മറ്റുള്ളവരെ. പിന്നെ ലേഖിക പറയാണ്, ഈ ആധുനികത എല്ലാവരിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വളർച്ച ഇന്നത്തെ ജനറേഷനെയും വല്ലാണ്ട് എല്ലാ രീതിയിലും ചേഞ്ചാക്കി. പഴയ ജനറേഷനെയും അത് ബാധിച്ചിരുന്നു. അപ്പോൾ അവരങ്ങ് വളരെ നല്ലവരാണ്, ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റോറിയുടെ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഈ ലേഖികയുടെ മനസ്സിൽ യുവാക്കളെ കുറിച്ചുണ്ടായിരുന്ന അവർ സ്വയം ഇങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ധാരണകളെല്ലാം പാടെ ഇല്ലാണ്ടായി പോവാണ്. അതുപോലെ അവർ ഇന്നത്തെ സമൂഹത്തിലല്ല, ഇങ്ങനെ സ്വയം സഭ്യരാണ്, വളരെ നല്ലവരാണ്, സംസ്കാര സമ്പന്നരാണ് എന്ന് പറയുന്ന ഈ പഴയ ജനറേഷനെ ചോദ്യം ചെയ്യുന്നതും കൂടിയുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റോറി ഓം പ്രകാശ് വാൽമീകി എഴുതിയിട്ടുള്ള 25 ചൗക്ക ടേട്ട്സവ്. ഈ 25 ചൗക്ക ടേട്ട്സവ് എന്ന് പറഞ്ഞാൽ 25ൻ്റെ എഞ്ചോടിയാണ് ടേബിൾ. അപ്പം 25 × 4 = 100. അതാണ് ഈ 25 ചൗക്ക സൗ കറക്റ്റായിട്ടുള്ളത്. പക്ഷേ ഈ ശീർഷകത്തിൽ പറയുന്നത് 25 ചൗക്ക ടേട്ട്സവ്, അതായത് 25 × 4 = 150. ശരിക്കും നമുക്കറിയാം 25 4 തവണ കൂട്ടിയാൽ എന്ത് കിട്ടും? 100 കിട്ടും. പക്ഷേ ഇവിടെ 150 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിലെ ശീർഷകം. ഈ സ്റ്റോറിയിലേക്ക് പോവുകയാണെങ്കിൽ ഓം പ്രകാശ് വാൽമീകി ഫേമസ് ആയിട്ടുള്ളത് ദളിതർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്റ്റോറീസൊക്കെ എഴുതിയിട്ടാണ് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ദളിതരുടെ പ്രോബ്ലംസ്, അവരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ, ഇതൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ സ്റ്റോറി നടക്കുന്നത് കൽക്കത്തയിലാണ്. അപ്പോൾ ഇതിലെ നായകനാണ് സുദീപ് എന്ന് പറയുന്ന ആൾ. അവനൊരു ദളിതനാണ്. അവനാണെങ്കിൽ ഒരു സിമ്പലാണ് പുതിയ ജനറേഷൻ്റെ, അതായത് പഴയ ജനറേഷനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പുതിയൊരു ജനറേഷൻ്റെ സിമ്പലാണ് ഈ സുദീപ് എന്ന് പറയുന്ന ക്യാരക്ടർ. സുദീപിൻ്റെ അച്ഛൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. ഗ്രാമത്തിൽ ദളിതനാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഗ്രാമത്തിൽ വസിക്കുന്ന ഒരാളാണ്. ഈ സ്റ്റോറിയിൽ അവൻ്റെ കുട്ടിക്കാലത്തെ സംഭവവും ഇപ്പോഴത്തെ സംഭവമൊക്കെ മിക്സ് ചെയ്തിട്ട് ആണ് പറയുന്നത്. അവൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയും ഇപ്പോഴത്തെ കാര്യമൊക്കെ ആയിട്ട്. സുദീപിൻ്റെ അച്ഛൻ വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ഗ്രാമത്തിലെ ഒരു ചൗധരി ഉണ്ട്, റിച്ചായിട്ടുള്ള ഒരാൾ. അയാളാണ് ഈ കഷ്ടപ്പാടുകളൊക്കെ വരുമ്പം, പ്രശ്നങ്ങളൊക്കെ വരുമ്പം സുദീപിൻ്റെ അച്ഛനെ എക്കണോമിക്കലി സഹായിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ കടം മേടിക്കുന്ന പോലെ അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കും. ഈ ചൗധരി 100 രൂപ കൊടുത്തിട്ട് സഹായിക്കും. ഈ അച്ഛനാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പോകുമ്പോഴത്തേക്കിനും, അതായത് റിട്ടേൺ ചെയ്യാൻ പോകുമ്പം ചൗധരി പറയും 25 ചൗക്ക ടേട്ട്സവ്, അതായത് 20 × 4 150. അച്ഛന് പക്ഷേ 100 കൂടുതൽ എണ്ണാൻ അറിയത്തില്ല. അങ്ങനെ അദ്ദേഹം കയ്യിലിരിക്കുന്ന ക്യാഷൊക്കെ എടുത്തു കൊടുക്കും, കൂടുതൽ ക്യാഷ് പേ ചെയ്യും. ഈ ചൗധരീനെ അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കും. കാരണം സഹായിക്കുന്ന മനുഷ്യനാണ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വിശ്വസിക്കും. ഇത് കഴിഞ്ഞിട്ട് സുദീപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സുദീപ് ആ സമയത്ത് സ്കൂളിൽ പഠിക്കുകയാണ്, കുഞ്ഞുകുട്ടിയാണ്. അപ്പോൾ സ്കൂളിൽ സാറിങ്ങനെ എഞ്ചോടി പഠിപ്പിച്ചിട്ട് പിറ്റേ ദിവസം പോയി പറയണം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒച്ചത്തിൽ വായിച്ച് പഠിക്കുകയാണ്. 25 × 1 = 25, 25 × 2 = 50 ഇങ്ങനെ പറഞ്ഞ് വായിച്ച് പഠിക്കുമ്പോൾ ഇവനിങ്ങനെ അച്ഛനിങ്ങനെ ഇത് കേട്ടോണ്ട് എൻ്റെ മോൻ പഠിക്കല്ലേ
ഇങ്ങനെ കേട്ടിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവനിങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ വായിക്കാണ് 25 ചൗക്ക സൗ. ഇങ്ങനെ വായിക്കുമ്പം അച്ഛൻ പറയും, മോനെ അത് തെറ്റാണല്ലോ, 25 ചൗക്ക ടേട്ട് സൗ ആണ്. അതായത് 25 × 4 100 സുദീപ് വായിക്കുമ്പം അച്ഛനത് തിരുത്തി കൊടുക്കുകയാണ്. അച്ഛനോട് ചൗധരി പറഞ്ഞിരിക്കുന്നത് എന്താ, 25 × 4 = 150. അതുപോലെ അച്ഛൻ മോനെയും പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, മോനെ 25 × 4 100 150, അത് തെറ്റാണെന്ന്. അങ്ങനെ ഇവൻ അച്ഛനെ ഭയങ്കര വിശ്വാസമാണ്, കാരണം അച്ഛൻ കള്ളം പറയത്തില്ല, അച്ഛൻ ഭയങ്കര സത്യസന്ധനായിട്ടുള്ള മനുഷ്യനാണ്. പിറ്റേന്ന് സ്കൂളിൽ പോവും. സാർ എഞ്ചോട് ചോദിക്കുമ്പോൾ ഇവനിങ്ങനെ പറയാണ്, ഒരു 25 2 25 50 ഇങ്ങനെ പറഞ്ഞിട്ട് 25 ചൗക്ക എന്ന് വരുമ്പോൾ ഇവൻ പറയും ടേട്ട് സൗ. സാർ എന്ത് ചെയ്യും, നല്ല തല്ലു കൊടുക്കും. എന്നിട്ട് പറയും 25 ചൗക്ക സൗ ആണ്. അതായത് 25 × 4 100 150 എന്ന് പറയും. പക്ഷേ ഇവൻ വിചാരിക്കും എൻ്റെ അച്ഛൻ ഒരിക്കലും കള്ളം പറയത്തില്ല, അപ്പോൾ അച്ഛൻ പറഞ്ഞത് തെറ്റാവാൻ ഒരിക്കലും സാധ്യതയില്ല. പിന്നെ ഈ സാറ് പഠിപ്പിക്കുന്നില്ല, അപ്പോൾ സാറിനും തെറ്റാവാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഇവന് ഭയങ്കര സങ്കടം വരും. പിന്നെയും അവൻ അച്ഛൻ പറഞ്ഞത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് പിന്നെയും നല്ല തല്ലി കിട്ടും. അങ്ങനെ ഇതിവന് എല്ലാവരും അവനെ കളിയാക്കി, ആകെ അതൊരു മനസ്സിലിങ്ങനെ ഒരു ഭാരമായിട്ടിങ്ങനെ കിടക്കും. അതായത് ഒരു ഡൗട്ട് പോലെ, അച്ഛൻ പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്, സാറ് പറഞ്ഞതാണോ, ഈ കിട്ടിയ തല്ലും, അങ്ങനെ അവൻ്റെ മൈൻഡിൽ അതിങ്ങനെ കിടക്കും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവൻ വലുതായി, ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളം കിട്ടുകയാണ്. ആദ്യത്തെ ശമ്പളം കിട്ടുമ്പം ഇവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിക്കാലത്തെ ആ ഒരു അടിയും ആ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോഴും മനസ്സിലുണ്ട്. ഇവൻ നേരെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കും. എന്നിട്ട് 25 രൂപേൻ്റെ 4 നോട്ടെടുത്ത് അച്ഛനോട് എണ്ണാൻ പറയും. അച്ഛൻ ഇങ്ങനെ പലതവണ ഇങ്ങനെ എണ്ണി കാണിക്കും. ഇങ്ങനെ ഒരു 25 അങ്ങനെ 25 രൂപയുടെ 4 നോട്ടെടുത്ത് പലതവണ അച്ഛനോട് എണ്ണി കാണിക്കും. അപ്പോൾ അച്ഛൻ നോക്കും, 25 × 4 100 അപ്പോഴാണ് അച്ഛന് മനസ്സിലാവണത് പണ്ട് ചൗധരി ഈ അച്ഛനെ കള്ളം കാണിച്ചതാണ്. അതായത് തെറ്റിദ്ധരിപ്പിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ എടുത്തതാണ്. ഇത്രയും നാൾ അദ്ദേഹം വിചാരിച്ചെന്താ, ഈ ചൗധരി വളരെ ദൈവതുല്യനായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ്, എന്നെ സഹായിച്ചവനാണ് എന്നൊക്കെ, ഭയങ്കര ദൈവതുല്യനായിട്ട് നല്ലൊരു ഇമേജായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അച്ഛന് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് 100 കൂടുതൽ എണ്ണാൻ അറിയത്തില്ല, അദ്ദേഹം ഇത്രയും വർഷം കബളിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാവും. അങ്ങനെ അച്ഛൻ അവസാനം അദ്ദേഹത്തെ, അതായത് ചൗധരിനോട് വല്ലാത്ത കോപം തോന്നുകയാണ് ഈ അച്ഛന്. ഇങ്ങനെ ദളിതരോട് ചെയ്തിരുന്ന ചൂഷണങ്ങളൊക്കെയാണ് ഇതിൽ, അതായത് അവരനുഭവിച്ച ശോഷണങ്ങൾ, അതൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത്.